Okay, hi friends, I am Rosna teacher. Now, we will talk mechanics of fluids in the next video. So, in the last video, we Bernoulli theorem, mind expression, applications, derivations, that's what we will Bernoulli theorem other applications. We last class applications we will explain. So, what are the other applications? Atomizer, lift of an aeroplane, Magnus effect, Torser's theorem. These applications are Bernoulli theorem. Now, this application is practical life applications important. So, you this video clear. The next topic in this video is surface tension. This chapter next we already studied one level up E +1 syllabus surface tension. Now, we will video. Okay. So, we will first applications. So, first applications is atomizer or spray gun. Atomizer or spray gun is ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ അടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്പ്രേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ചില ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. സോ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ട്. ആ ബോട്ടിലിൻ്റെ കോർക്ക് കൊണ്ട് അടിച്ചേക്കാണ് ആ ബോട്ടിലിനെ. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ട്യൂബ് പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു എ വെർട്ടിക്കൽ ട്യൂബ്. ഒരു റബ്ബർ ബലൂൺ ഉണ്ട്. ഇതിക്കൂടെ ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്. സോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ റബ്ബർ ബലൂണാണ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, എയർ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളൊരു ഹോണൊക്കെ അടിക്കില്ലേ, ഇതുപോലെയുള്ള ഹോൺസ് നമ്മൾ അമുക്കുമ്പോൾ ചില കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ അമുക്കുമ്പോൾ ഒരു സൗണ്ട് വരും അല്ലേ. ബിക്കോസ് എയർ ആ ഒരു ചെറിയൊരു സ്പേസിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സൗണ്ട് വരുന്നത്. അതുപോലെയുള്ള ഈ എയർ നിറഞ്ഞ ഈ ബലൂണിൽ നമ്മൾ ഇതിനെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ഇതിലുള്ള എയർ എന്ത് ചെയ്യും, ഈ ഒരു പൈപ്പിലൂടെ പാസ് ചെയ്യും. ഈ എയർ ബലൂണിനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, ആ എയർ ബലൂണിലുണ്ടായിരുന്ന എയർ പാസ് ചെയ്യും ആ പൈപ്പ് ലൈനിലൂടെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദി മാക്സിമം പ്രഷർ, ദാറ്റ് ഈസ് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറയും. ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താണ്, ഇവിടുത്തെ പ്രഷർ ഗ്രേറ്റർ ആണ്. അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ എയറിനെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയർ ഈ പൈപ്പിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ട്യൂബിലുള്ള പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബോട്ടിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു ഹൈ കോൺസെൻട്രേഷനിൽ നിന്നൊരു ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാസ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ. മേ ബി ഇറ്റ്സ് എ ടെമ്പറേച്ചർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ഏതായാലും ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോകും. സോ ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ ട്യൂബിലൂടെ പാസ് ചെയ്തിട്ട് ഈ പൈപ്പ് ലൈനിൽ കൂടെ പോകും. അപ്പോൾ ഈ ഒരു സ്മോൾ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഊസ് ഔട്ട് ചെയ്ത് പോകും ലൈക്ക് എ സ്പ്രേ. സോ ദിസ് ഇസ് ദി മെക്കാനിസം ഇൻ ദി ആറ്റമൈസർ. ഇത് എന്തുകൊണ്ട് അങ്ങനെ പ്രഷർ ഈ ഒരു വെള്ളം ഇതിലൂടെ പാസ് ചെയ്യാനുള്ള കാരണം എന്താ, ബിക്കോസ് അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ടോട്ടൽ എനർജി ഷുഡ് ബി ഈക്വൽ അല്ലേ. ഒരു സിസ്റ്റത്തിലെ മൊത്തം എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വെദർ അത് ഈ പൈപ്പിലായിക്കോട്ടെ എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രഷർ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വന്നപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ഈ ഒരു പൈപ്പ് ലൈനിലൂടെ പാസ് ചെയ്ത് ഇതിൽ കൂടെ ഊസ് ഔട്ട് ചെയ്യും. So it is used for spraying the oiling, scent, spray കുപ്പികൾ etc. That is the point of maximum pressure corresponds to the minimum velocity and vice versa. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി ഈ പൈപ്പ് ലൈനിലൂടെ പോകുന്ന വെലോസിറ്റി അപ്പോൾ ഇൻക്രീസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഊസ് ഔട്ട് ടു ദിസ് സ്മോൾ ഓപ്പണിംഗ്. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ലിഫ്റ്റ് ഓഫ് എൻ എയ്റോപ്ലെയിൻ. സോ എയ്റോപ്ലെയിനിലും എന്ത് വരുന്നുണ്ട്, ബെർണോളിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ എയ്റോപ്ലെയിൻ ആദ്യം തന്നെ റൺവേയിലൂടെ നേരെ പോകുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ആ എയ്റോപ്ലെയിൻ എന്ത് ചെയ്യുന്നത്, ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത്. ആ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത് ബെർണോളിയുടെ തിയറം കൺസിഡർ ചെയ്തിട്ടാണ്. സോ എയ്റോപ്ലെയിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സോളിഡ് മെറ്റീരിയലാണ് വിച്ച് ഇസ് ഷേപ്ഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ്. ആ മെറ്റീരിയലിൻ്റെ പേരാണ് എയ്റോഫിൽ. സോ ഒരു ഡയഗ്രാം ഞാൻ വരച്ചേക്കാണ്.
ഈ ബ്ലൂ കളർ ലൈൻസ് എന്ന് പറയുന്നത് വിൻഡാണ്, ഐ മീൻ എയർ. ആ എയറിലൂടെ ഒരു എയ്റോപ്ലെയിൻ പാസ് ചെയ്യുമ്പോൾ, സോ ഹൗ ഇസ് എയ്റോഫിൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, എയ്റോഫിൽ സോളിഡ് മെറ്റീരിയൽ വിച്ച് അബവ് പാർട്ട് ഇസ് കർവ്ഡ് ആൻഡ് ലോവർ പാർട്ട് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഞാൻ വരച്ചേണ്ട എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ. സോ എയ്റോഫിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയ്റോഫിലിൻ്റെ അബവ് പാർട്ട് എന്ന് പറയുന്നത് കർവ്ഡ് ആയിരിക്കും ആൻഡ് ദി ലോവർ പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് എയ്റോപ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. എയ്റോപ്ലെയിൻ എങ്ങനെയാണ് ലിഫ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്, എയ്റോഫോയിൽ എങ്ങനെയാണ് ലിഫ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ, അപ്പർ സർഫസ് ഓഫ് ദി എയ്റോഫിൽ ഇസ് മോർ കർവ്ഡ് ആൻഡ് ലോവർ സർഫസ്, സോ ദി ഫ്ലൂയിഡ് ഫ്ലോ ഫാസ്റ്റർ ഓവർ ദി ടോപ്പ്. അപ്പോൾ മുകളിലുള്ള ഭാഗം കേർവ്ഡ് ആയതുകൊണ്ട് ഈ വിൻഡ് എന്ത് ചെയ്യും, വിൻഡ് കുറച്ചും കൂടി സ്മൂത്ത്ലി അപ്പർ സർഫസിലൂടെ പാസ് ചെയ്യും. ആൻഡ് ലോവറിൽ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പാസ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. കേർവ്ഡ് സർഫസിലൂടെ ഫ്ലോ ചെയ്യാനാണല്ലോ കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് അപ്പർ സർഫസിലൂടെ എന്ത് ചെയ്യും, എയർ കൂടുതലായിട്ട് പാസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുക, ദി പ്രഷർ അബവ് ബിക്കംസ് ലെസ് ദെൻ ദി ബിലോ ദി ഫോയിൽ. ഈ പ്രഷർ ഇവിടുത്തെ നേരത്തെ നമ്മൾ ആറ്റമൈസറുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ എയറിനെ പ്രസ് ചെയ്ത് പോയപ്പോൾ അവിടെ നിന്നുള്ള എയറും പാസ്സായി. അപ്പോൾ അവിടെ റീജിയനിലെ പ്രഷർ കുറഞ്ഞു. സിമിലർലി ഈ മുകൾ ഭാഗത്തിൽ നിന്ന് കേർവ്ഡ് ആയതുകൊണ്ട് ഈ എയർ പെട്ടെന്ന് പോകുന്നുണ്ട്. ഈ എയർ പെട്ടെന്ന് ഇവിടുന്ന് ആ മുകൾ കേർവ്ഡ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ മുകൾ ഭാഗത്തെ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദെൻ ദി ലോവർ പാർട്ട്, അബവ് പാർട്ടിൽ നിന്ന് പ്രഷർ താഴത്തെ ആ പാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദസ് ദി പ്രഷർ ഡിഫറൻറ്റ് ഗിവ് റൈസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ലിക്വിഡ് നേരെ മേലെ പോയില്ലേ. സിമിലർലി ഈ എയറോഫോയിൽ എന്ത് ചെയ്യും, ബെർണോളി തിയറം അനുസരിച്ചിട്ട് ദി ടോട്ടൽ എനർജി ഷുഡ് ബി കോൺസ്റ്റൻറ്റ് ഫോർ എനി സിസ്റ്റം. എനർജി ഈക്വലൈസ് ചെയ്യാൻ എയറോപ്ലെയിൻ എന്ത് ചെയ്യും, എയറോഫോയിൽ അപ്വേർഡ്സിലോട്ട് മൂവ് ചെയ്യും. സോ ഇതുപോലെയാണ് ഒരു എയറോപ്ലെയിൻ എന്ത് ചെയ്യുന്നത്, ലിഫ്റ്റപ്പ് ചെയ്യുന്നത്. ബിക്കോസ് എയറോപ്ലെയിൻ്റെ മുകൾ ഭാഗത്തെ എയറുടെ പ്രഷർ ലോവർ ആയിരിക്കും മച്ച് കമ്പയർ ടു ദി എയറോപ്ലെയിൻസ് ലോവർ പാർട്ട്. അപ്പോൾ ആ പ്രഷർ ഡിക്രീസ് ചെയ്ത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എയറോപ്ലെയിൻ മുകൾ ഭാഗത്തിലോട്ട് ലിഫ്റ്റപ്പ് ആയി പോകും, പ്രഷർ അവിടെ കുറവായതുകൊണ്ട്. സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ ലിഫ്റ്റപ്പ് ആൻ എയറോപ്ലെയിൻ. സോ aeroplanes get lift using this Bernoulli's principle, and the pressure above becomes less when they become the foil. This pressure difference gives rise to an upward lift which is called dynamic lift for aircraft. ആ ലിഫ്റ്റിനെയാണ് നമ്മൾ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. The next application is spinning ball Magnus effect. സ്പിന്നിങ് ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു എ ക്രിക്കറ്റ് അല്ലേ. നമ്മൾ ക്രിക്കറ്റിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്പിൻസ് അല്ലേ, സ്പിന്നേഴ്സ്, ബോളേഴ്സ് സ്പിൻ ചെയ്തിട്ട് ബോൾ എറിയുന്നത്. യെസ്, ഇറ്റ്സ് കറക്റ്റ്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അവിടെ എങ്ങനെയാണ് ബെർണോളിസ് തിയറം എഫക്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ, when a spinning ball or when a ball is thrown in a spinning state, like ഒരു ബോളർ സ്പിൻ അറിയാമല്ലോ, ക്രിക്കറ്റ് സ്പിൻ ചെയ്തിടുന്നത്, ഒരു ബോളിനെ സ്പിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിടുക, അതാണ് സ്പിന്നിങ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പിന്നിങ് സ്റ്റേറ്റ് ദി ബോൾ മൂവ്സ് അലോങ് ദി കേർവ്ഡ് പാത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ സാധാരണ നിങ്ങൾ ക്രിക്കറ്റ്സ് ഒക്കെ അധികം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ ബോൾ നമ്മൾ എറിഞ്ഞു, ആ ബോൾ നേരെ പോയി ആ ക്രിക്കറ്റ് ബാറ്റിലൊക്കെ സ്ട്രെയിറ്റിലോട്ട് പോകും. പക്ഷേ ഒരു ബോളർ സ്പിൻ ചെയ്തിട്ടാണ് ഒരു ബോൾ എറിയുന്നെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും, ആ ബോൾ സ്പിൻ ചെയ്യുമ്പോൾ കേർവ്ഡ് ആയിരിക്കും, നേരെ ഇങ്ങനെ. നിങ്ങൾ ക്രിക്കറ്റ്സ് ഒക്കെ കാണുവാണെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അവർ തരും അല്ലേ, ബോളിൻ്റെ ഡയറക്ഷൻ പല കളേഴ്സിൽ, ബ്ലൂ, യെല്ലോ. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, മിക്ക ചില ഓർഡിനറി ത്രോസ് ഓഫ് എ ബോൾ സ്ട്രെയിറ്റ് ലൈനാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ സ്പിൻ ചെയ്തിട്ടാണ് ഒരു ബോൾ പോയെങ്കിൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും കേർവ്ഡ് ആയിട്ട് ആ ബോളിൻ്റെ റെപ്രസെൻറ്റേഷൻ അവരെടുത്ത് കാണിക്കും. ഏത് പാത്താണ് ആ ബോൾ ട്രാവൽ ചെയ്തത് മൊത്തം ആ ക്രിക്കറ്റ് ഷോസിൽ കാണിക്കാറുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരു സ്പിന്നിങ് ബോൾ എന്തുകൊണ്ടാണ് കേർവ്ഡ് ആയിട്ട് പോകുന്നത്, എന്തിനാ അവരങ്ങനെ കേർവ്ഡ് ആയിട്ട് ചെയ്തതിനെ? ക്രിക്കറ്ററിന് ഐഡിയ പാടില്ല എവിടെയാണ് ബോൾ വന്ന് തട്ടുന്നതെന്നുള്ളത്. ആ ഐഡിയ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പിൻ ചെയ്ത് ബോൾ ഇടുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ഇൻ എ കേർവ്ഡ് സർഫസ്, എന്ന് വെച്ചാൽ ഒരു കേർവ്ഡ് പാത്തായിരിക്കും ആ ബോൾ അറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് വൈ ഇസ് ദിസ് സോ? അതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് തന്നെ ഒരു എയറിലൂടെ ആ ബോൾ പാസ് ചെയ്യാം.
ആ എയറിലൂടെ ആ ബോൾ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈക്ക് ദിസ്. സപ്പോസ് നോക്കൂ, ഇതാണ് എൻ്റെ ബോള്. ഈ ബോളിനെ ഞാൻ സ്പിൻ ചെയ്തിട്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ആരോ ബ്ലൂ വയലറ്റ് കളറായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് എയറാണ്. സോ സ്പിൻ ചെയ്യുമ്പോൾ ആ ഒരു ബോളിന് റൊട്ടേഷണൽ മോഷനും അറ്റൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷനും അറ്റൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. റൊട്ടേഷണൽ മോഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും. ഒരു ബോൾ സ്പിൻ ചെയ്യുമ്പോൾ നേരെ മാത്രമല്ല തന്നെ കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ലീനിയർ ആയിട്ടും അത് മൂവ് ചെയ്യുന്നുണ്ട്. സോ 2 ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എയറിൻ്റെ പാസേജിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ആ ബോൾ പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ലോവർ പ്രഷറിലോട്ട്, ദാറ്റ് ഈസ് ദി അബവ് velocity of this air will be lower, therefore the pressure there is increased, and below the air, that is below the ball, the velocity is increased where the pressure will be decreased. അപ്പോൾ വെലോസിറ്റി ഈ പോയിന്റ് നിങ്ങൾ അറിഞ്ഞു വെക്കണം. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യും. താഴെ എന്താ നടക്കുന്നത്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രഷർ അവിടെ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. Therefore, due to this difference in the lateral pressure, it takes a curved path which is a convex towards the greater pressure side. This is called the Magnus effect. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ആയതുകൊണ്ട് എപ്പോഴും ഈ ബോൾ എന്ത് ചെയ്യും? ഈ ബോൾ ഒരു curved path, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നിടത്തേക്കായിരിക്കും ആ ബോളിന് പോവുക. ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ടോട്ടൽ എനർജി. എപ്പോഴും പോയിന്റ് അതാണ്. എന്തുകൊണ്ടാണ് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യുന്നത്? ബിക്കോസ് ടു മെയിൻറ്റെയിൻ ദി കോൺസ്റ്റൻറ്റ് എനർജി. നമ്മൾ പറയുന്നുണ്ട് അവിടെ പ്രഷർ ആയാലും ദി ടോട്ടൽ കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ഓൾ മസ്റ്റ് ബി, പ്രഷർ എനർജി ആയാലും ഈക്വൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ therefore lateral difference in the pressure കാരണം it takes the curved path towards the greater pressure side. This is called Magnus effect. That is, when a ball is thrown in a spinning state, the ball moves along the curved path instead of a straight line, and this effect is called the Magnus effect. Now, the next and the last application we have to discuss is Torsel's theorem. Torsel's theorem എന്താണ് പറയുന്നതെന്ന് പറയാൻ നമുക്ക് ഒരു കൺസിഡറേഷൻ നോക്കാം. ദാറ്റ് ഈസ് ഒരു ടാങ്ക്. ആ ടാങ്കിൻ്റെ ഒരു ഹൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ മീൻ മുകളിൽ നിന്ന് നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ സർഫസിന് താഴെ ഒരു എച്ച് ഹൈറ്റിൽ ഒരു ഓപ്പണിംഗ് കാണാം. ആൻഡ് ദിസ് ലിക്വിഡ് ഫോളിങ് ഹിയർ ഇസ് നോൺ ആസ് എഫ്ലക്സ്. ഓക്കെ, ദിസ് ഓപ്പണിങ്ങിലൂടെ വരുന്ന ആ ലിക്വിഡിനെ നമുക്ക് എഫ്ലക്സ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് നാരോ ഓപ്പണിങ്ങിനെ ഓറിഫൈസ്. സോ ഇറ്റ്സ് എ ന്യൂ വേർഡ്, therefore ഞാൻ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞു എന്ന് മാത്രം. ഒരു ടാങ്ക്, ആ ടാങ്കിൻ്റെ ലോവർ പാർട്ടിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിനെ വിളിക്കുന്ന പേരാണ് എഫ്ലക്സ്. ആൻഡ് ദാറ്റ് സ്മോൾ നാരോ ഓപ്പണിംഗ് ഇസ് നോൺ ആസ് ഓറിഫിസ്. സോ വാട്ട് ഇസ് Torsel's theorem here is that velocity of a flux is equal to the velocity with which a body attains in falling freely from the surface of the liquid to the orifice. This is the Torsel's theorem. So ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കിവിടെ ഒരു ടാങ്ക് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഒരു വെള്ളം നിറച്ച ടാങ്ക് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ഓറിഫിസിലൂടെ എഫ്ലക്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു ബെർണോളി തിയറം എന്തായിരിക്കണം? ഇവിടെയുള്ള എനർജി തന്നെയായിരിക്കണം ഈ പോർഷനിലുള്ള എനർജി അല്ലേ? അക്കോർഡിംഗ് ടു ബെർണോളി തിയറം ടോട്ടൽ എനർജി, സ്മോൾ ഓപ്പണിംഗ് ആയാലും നമ്മൾ വെഞ്ചൂറിമീറ്ററിലൊക്കെ കണ്ടതാണ് അല്ലേ? സ്മോൾ ഓപ്പണിംഗ്, ബിഗ് ഓപ്പണിംഗ്, പ്രഷർ വെലോസിറ്റിക്ക് ഡിഫറൻസ് വന്നാലും ഓവറോൾ ഏത് പാർട്ട് നോക്കിയാലും ദി എനർജി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഈ ഒരു ഓറിഫിസിലുള്ള എനർജിയും ഈ ലിക്വിഡിലുള്ള എനർജിയും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ദി ടോട്ടൽ എനർജി അറ്റ് ദി സർഫസ് is equal to total energy at the orifice. Total energy at the surface according to Bernoulli theorem എന്താ? നമ്മുടെ Bernoulli's equation യൂസ് ചെയ്തു ഞാൻ. that is P by rho plus GH plus it's 0 equal to P by rho plus 0 plus half P square. So ഇവിടെ നോക്കിയപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് 0 വന്നത്.
ഇവിടെ നോക്കിയപ്പോൾ കൈനറ്റിക് എനർജിയാണ് 0 വന്നത്. ഒബ്വിയസ്ലി ദിസ് ഇസ് ദി ടോട്ടൽ എനർജി അറ്റ് ദി സർഫസ്. സർഫസിൽ എന്താ, മോളിക്യൂൾസ് ആർ ഇൻ റെസ്റ്റ് അല്ലേ? അവിടെ മോളിക്യൂൾസ്, വാട്ടർ ലിക്വിഡ്സ് മോളിക്യൂൾസ് റെസ്റ്റിലാണ്. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. സിമിലർലി ഇവിടെ എഫ്ലെക്സിലുള്ളത് ഈ പോർഷനാണ് അല്ലേ? അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. therefore അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജീനെ ഞാൻ എന്തായിട്ട് എടുത്തു, 0. അവിടെ ലിക്വിഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഹാഫ് v² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. ബെർണോളി തിയറം ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദാറ്റ് ഇസ് ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ സർഫസിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാത്തതുകൊണ്ട് അതിനെ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവാത്തതുകൊണ്ട് നമുക്ക് അതിനെ 0 എന്ന് കൊടുക്കാം. ആൻഡ് അറ്റ് ദി എഫ്ലെക്സ് റീജിയനിൽ അവിടെ കൈനറ്റിക് എനർജി മാത്രമുള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ 0 ആയിട്ട് കൊടുത്തു. ആൻഡ് നൗ ഫ്രം ദിസ് ഇക്വേഷൻ നമ്മൾ v കാൽക്കുലേറ്റ് ചെയ്യാണ്. നോക്കിയേ, ഇവിടെ p by rho ക്യാൻസൽ ഔട്ട് ചെയ്യാം. റെസ്റ്റ് ഇസ് gh പ്ലസ് ഹാഫ് v². ഈ 2ന് ഞാൻ എന്ത് ചെയ്യും, ഈ 2ന് ഞാൻ gh-ൻ്റെ അടുത്ത് കൊണ്ടുപോകും. സോ വി ഗെറ്റ് ആസ് 2gh ഈക്വൽ ടു v² അല്ലേ? ബാക്കിയെല്ലാം 0 ആണ്. ഇതും കട്ടായി. ഈ 2ന് ഞാൻ ഇവിടെ കൊണ്ടുപോയാൽ നമുക്ക് 2gh ഈക്വൽ ടു v² എന്ന് കിട്ടും. ഈ v²നെ v മാത്രം എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് എടുക്കണം അല്ലേ? സോ വി ഗെറ്റ് ആസ് v is equal to root of 2gh. ആൻഡ് ദിസ് ഇസ് ദി വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. ഈ വെലോസിറ്റി ആണ് എഫ്ലക്സിൻ്റെ, ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി. That is velocity of flux. So എന്താണ് ടോർസ്ലെസ് തിയറം എന്ന് പറയുന്നത്? This velocity of flux is equal to the velocity with which a body attains in a freely falling from the surface of the liquid to the orifice. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല, സർഫസിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ ഓപ്പണിങ്ങിലോട്ട് പോകുമ്പോൾ ഏത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. ദാറ്റ് ഇസ് സർഫസ്, ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ നിന്ന് ബോട്ടം ഓഫ് ദാറ്റ് സർഫസിൽ ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുന്ന ആ വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇസ് √2gh. സോ നമ്മൾ 5 ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ വെഞ്ചൂരിമീറ്റർ ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. മറ്റെല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പോലെയാണ് വരുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. സോ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് സെക്ഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോണത്, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ നമ്മൾ ഓൾറെഡി ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് എ സർഫസ് ടെൻഷൻ? ദാറ്റ് ഇസ്, ഇറ്റ് ഈസ് ദി മെഷേർഡ് ബൈ ദി ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ഐദർ സൈഡ് ഓഫ് എൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദി ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലിക്വിഡ് ഒരു ഗ്ലാസ്സിലിരിക്കാൻ നോക്കി, അതിൻ്റെ സർഫസിൻ്റെ അബവും ബിലോ ആ സർഫസിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് എനർജി, ആ സർഫസിൻ്റെ അബവ് ആൻഡ് ബിലോ അതിന് അറ്റൈൻ ചെയ്യുന്ന ഒരു എനർജി പെർ യൂണിറ്റ് ലെങ്ത്. ഞാൻ പറഞ്ഞിട്ട് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓരോ 1 യൂണിറ്റ് വോളിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 വോളിയത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ യൂണിറ്റിലും അതിന് എത്ര എനർജി വരുന്നുണ്ട്, അതാണ് അവിടുത്തെ സർഫസ് ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സർഫസ് ടെൻഷൻ ഇസ് measured by the force acting per unit length on either side of an imaginary line drawn on the free surface of liquid at rest. ഇതിന് ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. സിഗ്മയാണ് സർഫസ് ടെൻഷനെ ഡിനോട്ട് ചെയ്യുന്നത്, തെറ്റിക്കരുത്. ബിക്കോസ് മുൻ ചാപ്റ്റേഴ്സിൽ സിഗ്മയ്ക്ക് മറ്റ് ഡിനോഷൻസ് ഉണ്ടെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന സർഫസ് ടെൻഷൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. എത്ര ഫോഴ്സ് ആണ് ഓരോ ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് ഫോഴ്സ് ബൈ ലെങ്ത് എന്ന് ഇക്വേഷൻ വന്നത്. ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ലെങ്ത്തിൻ്റെ M, ആൻഡ് വി ഗെറ്റ് ആസ് ന്യൂട്ടൺ പെർ മീറ്റർ. ആൻഡ് ദ ഡയമെൻഷൻ ഫോർമുല ഇസ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല ബൈ ലെങ്ത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് നോക്കാം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? mt⁻². എല്ലാം ചാപ്റ്ററിൽ നിന്ന് ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ പഠിച്ച് അറിഞ്ഞു വെക്കണം. ബിക്കോസ് സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ 2 എന്ന രീതിയിൽ ABC ക്വസ്റ്റ്യൻ 1 തന്നെ തിരിക്കുമ്പോൾ ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് ഡയമെൻഷൻ ഫോർമുല എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സർഫസ് ടെൻഷനിൽ തന്നെ കുറച്ച് പോയിന്റ്സ്, സം ടേംസ് നമുക്ക് നോക്കാം. ഒരുപാട് ടേംസ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സ് ആണ്.
The force of attraction between the molecules of same body is called cohesive force. ഒരു വെള്ളം, ആ വെള്ളത്തിൽ ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ, ഒരു വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയും. സോ അടുത്തതിന് നമ്മൾ എന്തായിരിക്കും പറയുക? അഡ്ഹസീവ് ഫോഴ്സ്. ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between the different kinds of molecule is called adhesive force. The force of attraction between different kinds. So cohesive എന്ന് പറഞ്ഞാൽ between the molecules of same body, and adhesive force എന്ന് പറഞ്ഞാൽ different kinds of molecules ആണ്. Now അടുത്ത നമുക്ക് അറിയേണ്ടത് molecular range. ഞാൻ പറഞ്ഞു അല്ലേ, സർഫസ് ടെൻഷൻ പഠിച്ചപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി. അതിലുള്ള കുറച്ച് ടേംസും കൂടി നമുക്കറിയണം. So molecular range is the maximum distance up to which a cohesive force between two molecules can act is called molecular range. The maximum distance up to which എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള രണ്ട് മോളിക്യൂൾസിൻ്റെ ആ ഫോഴ്സ് ഓഫ് മാക്സിമം എത്രത്തോളം അവർക്ക് ആ അട്രാക്ഷൻ ഉണ്ടാവും, ആ ഒരു റേഞ്ചിനെയാണ് മോളിക്യൂൾ റേഞ്ച് എന്ന് പറയാം. ദാറ്റ് ഇസ് ദിസ് ഡിസ്റ്റൻസ്, ദി മാക്സിമം ഡിസ്റ്റൻസ്. ഒരു രണ്ട് മോളിക്യൂൾ, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ, ബിക്കോസ് ഇറ്റ്സ് എ കൊഹസീവ് ഫോഴ്സ്, ഒരു കൊഹസീവ് ഫോഴ്സ് എത്രത്തോളം ഡിസ്റ്റൻസ് അവർക്ക് നിലനിർത്താൻ പറ്റും, ആ മാക്സിമം ഡിസ്റ്റൻസിനെയാണ് മോളിക്കുലർ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ദി സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ് ആണ് മാക്സിമം കൊഹസീവ് ഫോഴ്സ്. ദാറ്റ് ഇസ് ദി മോളിക്കുലർ റേഞ്ച് അല്ലേ. മാക്സിമം കൊഹസീവ് ഫോഴ്സ് ഒരു മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകുന്നതിനെയാണ് റേഞ്ച് എന്ന് പറയാം. ആ മോളിക്കുലർ റേഞ്ചിനെ റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു മോളിക്യൂളിൻ്റെ ചുറ്റും വരയ്ക്കുന്ന ആ ഒരു ഏരിയ ഓഫ് സർക്കിളിനെയാണ് സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ദി മോളിക്യൂൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ മോളിക്യൂളുടെ ആ അട്രാക്ഷൻ്റെ ഇൻഫ്ലുവൻസ് ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഇരിക്കുക. എത്രയും രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ദി മോളിക്കുലർ റേഞ്ചിൻ്റെ അത്രയായിരിക്കും ഈ ഒരു സ്പിയറുടെ ഇൻഫ്ലുവൻസ് ഇതിന് മൊത്തം ഉണ്ടാവുക. സോ നമ്മൾ ടേംസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ എങ്ങനെയാണ് ഓരോ മോളിക്യൂൾസിലും എഫക്റ്റ് ചെയ്യുന്നത്. ദി കറക്റ്റ് മീൻ എക്സ്പ്ലനേഷൻ ഓഫ് സർഫസ് ടെൻഷൻ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു വെസൽ കൺസിഡർ ചെയ്യുന്നു. ആ വെസലിൻ്റെ ഉള്ളിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും, ജസ്റ്റ് ലൈക്ക് ഹിയർ. ഇവിടെ ഇപ്പം ഞാൻ 3 മോളിക്യൂൾസ് എ ബി സി ഇതുപോലെയുള്ള 3 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്തത്. അതിൽ എ എന്ന് പറയുന്നത് ഫുള്ളി സബ്മേഴ്സ്ഡ് ഇൻ എ വാട്ടർ ആണ്, ഫുള്ളി ഇമേഴ്സ്ഡ് ആണ്. സോ അവിടെയുള്ള പ്രഷർ എന്തായിരിക്കും എന്ന് നോക്കിയേ. ഓൾ ഡയറക്ഷൻസിൽ സെയിം ടൈപ്പ് ഓഫ് പ്രഷർ ആയിരിക്കും. സോ എനർജി ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് ഇസ് പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ പാർട്ട് ബി മോളിക്യൂളുടെ ഓൾമോസ്റ്റ് എവറി പോർഷൻ ബിലോ ദി ലിക്വിഡ് ആണ്. ആ ഒരു ഇച്ചിരി പോർഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ലിക്വിഡിൻ്റെ മേലെ വരുന്നത്. സോ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും അല്ലേ. ഗ്രാവിറ്റി ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി സീഡ് നോക്കാം. ദാറ്റ് ഇസ് സർഫസിലുള്ള മോളിക്യൂൾസ്. സി എന്ന് പറയുന്നത് സർഫസിൽ തൊട്ട് മുകളിലുള്ള സർഫസിലുള്ള മോളിക്യൂൾസ് ആണ്. അവിടെ ഹാഫ് അബവ് ആയിരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടാവുക ആ മോളിക്യൂളിന്, ആൻഡ് ഹാഫ് ബിലോ ആയിരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. സോ ആ മുകളിലുമുള്ള ഇൻഫ്ലുവൻസും താഴേക്കുള്ള ഇൻഫ്ലുവൻസ് കാരണം അവിടെ എന്തുണ്ടാവുകയാണ്, അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ. അവർ തമ്മിലൊരു ടെൻഷൻ അല്ലേ. ഒരു സ്ട്രിങ്ങിനെ ഞാൻ അങ്ങോട്ടും ഒരു സ്ട്രിങ്ങിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പെന്നിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വെൻ ഫോഴ്സ് ഇസ് ഗിവൺ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. സിമിലർലി ഈ ഒരു ടോപ്പിലുള്ള സർഫസിലുള്ള മോളിക്യൂളുടെ അബവ് പാർട്ട് എന്ത് ചെയ്യാന്ന് ഓൾമോസ്റ്റ് ഹാഫ് അബവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ബിലോ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ സർഫസിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഏരിയയിൽ, ദാറ്റ് ഇസ് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയയിലുള്ള മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റർ ആയിരിക്കും. സോ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റർ ആവുന്നതിൻ്റെ അർത്ഥം എന്താ, ദാറ്റ് ലിക്വിഡ് ഇസ് നോട്ട് സ്റ്റേബിൾ. എപ്പോഴും നമ്മൾ കെമിസ്ട്രിയിലായാലും നമ്മൾ പറയും മോളിക്യൂൾസ് സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്, വെൻ ദിറ്റ്സ് വെരി എനർജി ലോ അല്ലേ. അവർ അനങ്ങാതെ ഇന്നേർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക, അതാണ്
ലെസ് സ്റ്റേബിൾ എന്ന് മോർ സ്റ്റേബിൾ എന്ന് പറയാം. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ എനർജി ദാറ്റ് ഇസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ അതുപോലെ ഒരു മോളിക്യൂൾ എപ്പോഴും അറ്റൈൻ ചെയ്യുന്നത് സ്റ്റേബിളിലോട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏതൊരു പ്രോപ്പർട്ടി, ഏതൊരു സിസ്റ്റം സ്റ്റെബിലിറ്റിയിലോട്ട് അറ്റൈൻ ചെയ്യാനാണ് എപ്പോഴും മാക്സിമം ട്രൈ ചെയ്യുക. സോ ഈ ഒരു മോളിക്യൂളിന് ഇവിടെ ടെൻഷൻ കൂടുതലായതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. സോ അതിന് സ്റ്റേബിളിലോട്ട് വരാൻ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കണം. സോ ഈ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് മാക്സിമം അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. ഒരു ലിക്വിഡ് എന്ത് ചെയ്യും, മാക്സിമം അവരുടെ സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. ദാറ്റ് ഇസ് എ ലിക്വിഡ് ട്രൈസ് ടു ഹാവ് എ മിനിമം സർഫസ് ഏരിയ ആൻഡ് ദ ലിക്വിഡ് സർഫസ് ട്രൈസ് ടു കോൺട്രാക്ട് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. സോ ഹിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കാൻ വേണ്ടി അവരുടെ സർഫസ് ഏരിയ കുറയ്ക്കും. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും, അവരുടെ സർഫസിനെ ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ഒന്ന് കോൺട്രാക്ട് ചെയ്യും, ഒന്ന് ചുരുക്കി കളയും അവരുടെ ആ ഒരു സർഫസ് ഏരിയനെ. സോ ദിസ് ഇസ് ഹൗ ലിക്വിഡിൻ്റെ സർഫസിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കണ്ടുല്ലേ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ക്രിക്കറ്റ്, എയ്റോപ്ലെയിൻ, ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ബെർണോളി തിയറത്തിൽ നിന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇത്രയും ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് ബെർണോളി തിയറമാണ് എടുത്തേക്കണെന്നുള്ളത്? സോ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സർഫസ് ടെൻഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. താങ്ക്